BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സൗദി ബഹ്റൈൻ കോർഡിനേഷൻ കൗൺസിൽ കമ്മിറ്റികളുടെ പ്രതിനിധികൾക്കായി മനാമയിൽ നടക്കുന്ന ശില്പശാല അടുത്ത 2 ദിവസം കൂടെ തുടരും. ശില്പശാലയുടെ ഉദ്ഘാടനം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അലി അൽ ഖലീഫ നിർവഹിച്ചു. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ മുഹമ്മദ് അസീസ് അൽ ഖലീഫയുടെയും നേതൃത്വത്തിൽ 2019 സ്ഥാപിതമായ സൗദി ബഹ്റൈൻ കോർഡിനേഷൻ കൗൺസിൽ എന്ന് ഷെയ്ഖ് അബ്ദുള്ള ബിൻ അലി പറഞ്ഞു. ചരിത്രപരമായ നേട്ടങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് പറഞ്ഞു. GCC ലക്ഷ്യങ്ങളുമായുള്ള വിന്യാസം, സംയുക്ത ഗൾഫ് പ്രവർത്തനം, സംയോജിത സാമ്പത്തിക സംവിധാനങ്ങൾ, സുരക്ഷ, രാഷ്ട്രീയം, സൈനികം, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലുടനീളം 6 പ്രത്യേക കമ്മിറ്റികൾ വഴി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അദ്ദേഹം വീക്ഷിച്ചു. കഴിഞ്ഞ വർഷം റിയാദിൽ നടന്ന 3ാമത് കോർഡിനേഷൻ കൗൺസിൽ യോഗത്തിന്റെ ഫലങ്ങൾ നടപ്പാക്കാനും കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ അവലോകനം ചെയ്യാനും നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഏകോപിപ്പിക്കാനും സമിതികൾക്ക് ശില്പശാല അവസരമൊരുക്കുന്നുവെന്ന് ഷെയ്ഖ് അബ്ദുള്ള ബിൻ അലി പറഞ്ഞു. ബഹ്റൈൻ ശില്പശാലയ്ക്ക് ആതിഥേയത്വം വഹിച്ചതിൽ അബ്ദുള്ള ബിൻ ഇബ്രാഹിം അഭിനന്ദനം അറിയിച്ചു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് അധ്യക്ഷനായി വരാനിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തയ്യാറെടുപ്പ് ഘട്ടത്തിന് അതിന്റെ ഫലങ്ങൾ സഹായിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലക്ഷ്യമിട്ടുള്ള അടുത്ത ഘട്ടത്തിനായുള്ള പദ്ധതികളും ശില്പശാലയിൽ വിശദീകരിച്ചു. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ വേളയിൽ ഹിസ് എക്സലൻസി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദന സന്ദേശം അയച്ചു. US-നെ കൂടുതൽ പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നതിൽ വിജയിക്കണമെന്നും ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഹിസ് മജസ്റ്റി പ്രസിഡന്റ് ട്രംപിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ഊഷ്മളമായ ആശംസകളും അറിയിച്ചു. ബഹ്റൈനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും ഒന്നിപ്പിക്കുന്ന ദീർഘകാലവും ചരിത്രപരവുമായ ബന്ധങ്ങളിൽ അഗാധമായ അഭിമാനം പ്രകടിപ്പിക്കുകയും അവരുടെ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്ന ഉറച്ച അടിത്തറയും ഒപ്പം അവരുടെ ജനങ്ങൾക്കിടയിൽ പങ്കിട്ട പരസ്പര ബഹുമാനവും നിലനിൽക്കുന്ന സൗഹൃദവും അടിവരയിടുകയും ചെയ്തു. കൂടാതെ ബഹ്റൈനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്റെ പ്രതിബദ്ധത ഹിസ് മജസ്റ്റി ആവർത്തിച്ചു. ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പങ്കിട്ട താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ മേഖലകളിലും സഹകരണം, ഏകോപനം, സംയുക്ത ശ്രമങ്ങൾ എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള തന്റെ ആഗ്രഹത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അമേരിക്കൻ പ്രസിഡന്റായി ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ അയച്ചു. തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിലും അമേരിക്കൻ ജനതയെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിന് വിജയിക്കട്ടെയെന്നും റോയൽ ഹൈനസ് ആശംസിച്ചു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഗൾഫ് മാധ്യമം ചീഫ് ബ്യൂറോ ബിനീഷ് തോമസിന് യാത്രയയപ്പ് നൽകി. ഗൾഫ് മാധ്യമം ചീഫ് ബ്യൂറോ ബിനീഷ് തോമസിന് പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷനാണ് യാത്രയയപ്പ് നൽകിയത്. കഴിഞ്ഞ 2 വർഷങ്ങളായി ബഹ്റൈനിൽ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ബിനീഷ് തോമസ് നിലവിൽ നാട്ടിലേക്ക് മടങ്ങുന്നത്. അസോസിയേഷനുമായി അടുത്ത ബന്ധം പുലർത്തി പ്രവർത്തിച്ചിരുന്ന ബിനീഷ് അസോസിയേഷന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വലിയ സംഭാവനകൾ നൽകുകയായിരുന്നു. മാധ്യമ മേഖലയിൽ നിന്ന് അസോസിയേഷന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സവിശേഷ പിന്തുണ നൽകിയത് ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. ഇന്നലെ കലവറ ഹാളിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ അസോസിയേഷൻ ബിനീഷ് തോമസിനെ ആദരിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. ബിനീഷിന്റെ നേട്ടങ്ങൾക്കും സഹകരണത്തിനും അസോസിയേഷൻ ഭാരവാഹികൾ നന്ദി അറിയിച്ചു. അദ്ദേഹത്തിന്റെ പുതിയ ചുമതലകൾ വിജയകരമായി നിറവേറ്റാൻ കഴിയട്ടെ എന്ന് അസോസിയേഷൻ ആശംസിച്ചു. കുടുംബ സൗഹൃദവേദി 28ാം വാർഷികം മ്യൂസിക്കൽ നൈറ്റ് 25 ജനുവരി 23 ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായ കുടുംബ സൗഹൃദവേദിയുടെ 28ാം വാർഷികാഘോഷവും ക്രിസ്മസ് നവവത്സര ആഘോഷവും വിപുലമായ കലാപരിപാടികളോടെ ജനുവരി 23 വ്യാഴാഴ്ച വൈകുന്നേരം 6:30 മുതൽ ഇന്ത്യൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യൂസിക്കൽ നൈറ്റ്സ് 25 എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ സംഗീത സന്ധ്യയിൽ നാട്ടിൽ നിന്നും പ്രശസ്ത സിനിമാ പിന്നണി ഗായകരായ പ്രശാന്ത് പുതുകരിയും ഡോക്ടർ സൗമ്യ സനാതനൻ എന്നിവർ പങ്കെടുക്കും. അതോടൊപ്പം ബഹ്റൈനിലെ പ്രമുഖ നാടൻപാട്ട് ഗ്രൂപ്പായ പയ്യന്നൂർ സൗഹൃദയുടെ നാടൻപാട്ടും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും.
ബഹ്റൈൻ മലയാളി ഫോറം മൻമോഹൻ സിംഗ്, എം ടി വാസുദേവൻ നായർ, പി ജയചന്ദ്രൻ, ദിനേശ് കുറ്റിയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് അജി പി ജോയ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ജനറൽ സെക്രട്ടറി ജയേഷ് താനിക്കൽ സ്വാഗതം പറഞ്ഞു. ആമുഖ പ്രഭാഷണം നടത്തിയ ഇ.വി. രാജീവൻ 1991 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലും 46.91 ടൺ ഗോൾഡ് പണയം വെച്ച് $400 മില്യൺ കടമെടുത്ത ദുർബലാവസ്ഥയിലായിരുന്ന ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ കൈപിടിച്ചു കയറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാണ് മൻമോഹൻ സിംഗ് എന്നും 16,000-ൽ പരം പാട്ടുകൾ പാടിയ പി ജയചന്ദ്രൻ മലയാളിയുടെ ഗാനാസ്വാദനത്തെ തന്നെ മാറ്റിമറിച്ച വിരലിലെണ്ണാവുന്നവരിൽ പ്രഥമഗണനീയനാണെന്നും പെരിങ്ങോം ആണവ നിലയത്തിനെതിരെയും മുത്തങ്ങ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മൂന്നാർ കൈയേറ്റത്തിന് VS നടത്തിയ പോരാട്ടത്തിന് കൂടെ നിന്ന എം ടി വാസുദേവൻ നായർ ഏറ്റവും നിർണായക ഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധത ചൂണ്ടിക്കാണിച്ചും സംസാരിച്ചു. ദിനേശ് കുറ്റിയലിനെ അനുസ്മരിച്ചുകൊണ്ട് 3 വർഷം മുൻപ് രൂപം കൊണ്ട ബഹ്റൈൻ മലയാളി ഫോറം അതിൻ്റെ കർത്തവ്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ദിനേശിനെ ഈ വർഷവും അനുസ്മരിക്കുമ്പോൾ ദിനേശ് നാടകരംഗത്ത് ചെയ്ത സേവനങ്ങൾ എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കുന്നു. പുരികം കൊണ്ടും ചെവികൾ കൊണ്ടും വിരലുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന അതുല്യ നടനാണ് ദിനേശ് കുറ്റിയിലെന്ന് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ കണ്ട അനുഭവം അനുസ്മരിച്ചുകൊണ്ട് ആർ പവിത്രൻ സംസാരിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ സെക്രട്ടറി ധനേഷ് എം പിള്ളൈ, നോവലിസ്റ്റ് ആദർശ് മാധവൻകുട്ടി തുടങ്ങിയവർ അനുസ്മരിച്ചു. രജിത സുനിൽ, അമ്പിളി ഇബ്രാഹിം, മൻഷീർ, സൽമാൻ ഫാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഗ്രീഷ്മയുടെ കുടുംബം ഉടൻ തീരുമാനമെടുക്കും. വധശിക്ഷ ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെടുക. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചത് നിലനിൽക്കില്ല എന്ന നിലപാടിലാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുത് എന്ന് മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണിതെന്നും പ്രതിക്ക് അനുകൂല ഘടകമായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത് എന്നാണ് പ്രതിഭാഗത്തിൻ്റെ പരാതി. അഭിഭാഷകരുമായി ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഇതിന് ശേഷമായിരിക്കും അപ്പീൽ നൽകുക. ശിക്ഷ വിധിച്ച 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനുള്ള സാവകാശം പ്രതിഭാഗത്തിനുണ്ട്. കേസിൽ 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും തെളിവ് നശിപ്പിച്ചതിന് 3-ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.